ഷിരൂരിലേക്കെത്തി ഗംഗാവാലി പുഴയിൽ ഡൈവ് ചെയ്ത് ഇപ്പോൾ രക്ഷാദൗത്യം നടത്തേണ്ട സ്പോട്ട് നമ്പർ 4 ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ AR VR ദൃശ്യാവിഷ്കാരത്തിലൂടെയാണ് നമ്മൾ ഈ സ്പോട്ടിന്റെ ഒരു പ്രതീകാത്മക ദൃശ്യാവിഷ്കാരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് നമ്പർ 4 പ്രേക്ഷകർക്ക് കാണാം. ഇത് ആ നദിയിൽ രൂപം കൊണ്ട മൺകൂന. 16-ാം തീയതി രാവിലെ 8:45 ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഷിരൂർ കുന്നിൽ നിന്നും വന്നിറങ്ങിയ കല്ലും മണ്ണും പാറയും എല്ലാം ചേർന്നുകൊണ്ട് അവിടേക്ക് വീണ് ആ നദിയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് ഈ മണ്ണെല്ലാം വന്ന് അടിഞ്ഞത്. ആ മണ്ണടിഞ്ഞതിന്റെ അടിയിൽ ട്രക്കുണ്ട് എന്നതാണ് ഇപ്പോൾ ഐബോട്ട് ഡ്രോൺ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ഷിരൂർ കുന്നിൽ നിന്ന് നോക്കൂ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്ന് അടിഞ്ഞ മണ്ണ് അതൊരു കൂനയായി മാറി നിൽക്കുന്നത് കഴിഞ്ഞ 11 ദിവസമായി അവിടെ അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. ആ വെള്ളം അതിന് ചുറ്റും വന്ന് വകഞ്ഞു മാറി നദി ഒഴുകിപ്പോകുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഈ സ്പോട്ടിനടിയിലേക്ക് എത്തുന്നതിന് ഇന്ന് ഡൈവ് ചെയ്ത് പോകാൻ പലതവണ മുങ്ങൽ വിദഗ്ധർ ശ്രമിച്ചു, നേവിയുടെ ടീം ശ്രമിച്ചു. ഒപ്പം ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് തന്നെ അവർ വന്ന് പലതവണ ആങ്കർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഡിങ്കി ബോട്ടുകൾ ആങ്കർ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ആലോചന നമ്മളിപ്പോൾ കാണുന്ന സംവിധാനത്തിലേക്ക് നീങ്ങിയത്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടേക്ക് എത്തിക്കേണ്ട ഫ്ലോട്ടിംഗ് ഉപകരണങ്ങളുടെ ഏറ്റവും ആധുനികമായ രൂപമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനമായിരിക്കും അവിടേക്ക് കൊണ്ടുവരിക. അതായത് ഒരു പൊങ്ങിക്കിടക്കുന്ന ചങ്ങാടത്തിൽ, ഉറപ്പുള്ള ഒരു ചങ്ങാടം പോലെയുള്ള ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് വേണം ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇനി ഡൈവ് ചെയ്യേണ്ടത്. അതായത് മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാൻ സഹായകമാകുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് പോണ്ടൂൺ അതാണ് ഗോവയിൽ നിന്ന് എത്തിക്കുക. നാളെ രാവിലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ, നമ്മളിപ്പോൾ കാണുന്ന ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂണുകൾ ഗോവയിൽ നിന്ന് ഷിരൂരിലേക്ക് എത്തിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള പോണ്ടൂണുകൾ ഞാനിപ്പോൾ നിൽക്കുന്ന അവിടെ ആ നദിയുടെ മധ്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഗംഗാവാലി നദിയുടെ നടുവിലെ തുരുത്തിലേക്ക് അടുപ്പിക്കുക. അതിൽ ഈ പോണ്ടൂണുകൾ 3-4 എണ്ണം ഒന്നോ രണ്ടോ അപ്പുറത്തും ഇപ്പുറത്തുമായി ഇട്ടുകൊണ്ട് അതിൽ നിന്ന് ഈ ബോട്ടുകൾ ആങ്കർ ചെയ്യുക. ഈ പോണ്ടൂണുകളിൽ നിന്ന് ഡൈവ് ചെയ്യുക. ഈ പോണ്ടൂണുകളിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന കമ്പികൾ വഴി ഈ നാവികരെ ബന്ധിപ്പിച്ചു നിർത്തുക, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക. കാരണം ഈ പോണ്ടൂണുകൾ പൊങ്ങിക്കിടക്കുന്ന ഗംഗാവാലി നദിയുടെ ആഴത്തിലെ അടിയൊഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത് 6 knots മുതൽ 8 knots വരെയാണ്. സാധാരണ ഒരു നാവികന്, മുങ്ങൽ വിദഗ്ധന് ഇത്രയും ശക്തമായ അണ്ടർ കറന്റിനെ അതിജീവിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിന് താഴെയുള്ള വാഹനത്തിന്റെ അടിത്തട്ടിലേക്ക് എത്താൻ കഴിയില്ല. അതായത് അത്രയും ശക്തമാണ് അടിയൊഴുക്ക്. ദിവസങ്ങളായി നിരീക്ഷിക്കുമ്പോഴും അടിയൊഴുക്കിൽ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും വരുന്നില്ല എന്നതാണ് ഈ രക്ഷാദൗത്യത്തിന് പ്രതിസന്ധിയാകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഇതൊക്കെ വ്യത്യസ്തമായി ഇന്നിപ്പോൾ നമുക്ക് കൃത്യമായി ഈ ട്രക്കുള്ള ഭാഗം അറിയാം. അത് ഈ മൺകൂനയ്ക്ക് താഴെയാണ്, 3 മീറ്റർ ആഴത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തിയൊഴുകുന്ന നദിയാണ് ഗംഗാവാലി നദി. മഴ മാറി നിൽക്കുമ്പോഴും അതിന്റെ പ്രതലം ശാന്തമാണെങ്കിലും അടിയൊഴുക്ക് ശക്തമാണ്. ആ അടിയൊഴുക്കിനെ ഭേദിക്കുക, ആ അടിയൊഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് ഈ വെള്ളത്തിനടിയിൽ, ഈ മൺകൂനയ്ക്കടിയിൽ അർജുന്റെ ട്രക്കുണ്ട് എന്നത് ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോണ്ടൂൺസ് കൊണ്ടുവരാനുള്ള നീക്കം നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പോണ്ടൂൺസ് ഇവിടേക്ക് എത്തിച്ചതിന് ശേഷമുള്ള രക്ഷാദൗത്യം ഏത് തരത്തിലായിരിക്കും എന്നതുകൂടി നമുക്ക് നിരീക്ഷിക്കാം. ഈ ഒരു മൺകൂനയ്ക്ക് താഴെ 3 മീറ്റർ ആഴത്തിലേക്കാണ് ഡീപ്പ് ഡൈവ് ചെയ്യേണ്ടത്. ആ ഡീപ്പ് ഡൈവിങ്ങിനായി ഇപ്പോൾ നദിയുടെ അടിത്തട്ടാകെ മാറിയിരിക്കുകയാണ്. ഏത് സമയത്തും ഒഴുക്കിന്റെ വേഗം കൂടാം. അതായത് അടിയൊഴുക്ക് 6 knots മുതൽ 8 knots വരെ മാറി മാറി പോകാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായകമാകുന്ന ഈ പൊങ്ങിക്കിടക്കുന്ന ചങ്ങാടം, നമ്മൾ കാണാറുള്ള ചങ്ങാടത്തിന്റെ അതിന്റെ ആധുനികമായിട്ടുള്ള വേർഷൻ ഈ പോണ്ടൂൺസ് ആണ്. ഈ പോണ്ടൂൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചും ഒക്കെ നടത്താറുണ്ട്. അങ്ങനെയുള്ള സാധ്യതകൾക്കായും ഇത് പ്രയോജനപ്പെടുത്താം. പക്ഷേ നാളെ ഇപ്പോൾ ശ്രമിക്കുന്നത് ഈ പോണ്ടൂൺസിൽ നിന്നുള്ള ഡീപ്പ് ഡൈവിംഗ് ആണ്. ഈ വാഹനത്തിനടുത്തേക്ക് എത്തണം, ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നറിയണം. ഇതുവരെയും അർജുൻ എവിടെയാണ് എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചങ്ങാടം പോലുള്ള ഈ ഭാരമുള്ള പ്രതലമായ പോണ്ടൂൺസ്, നമ്മളിപ്പോൾ എനിക്ക് പിന്നിൽ പ്രേക്ഷകർക്ക് കാണാം, ഈ പോണ്ടൂൺസ് നിന്നുകൊണ്ടായിരിക്കും അവർ ഡൈവിംഗ് ചെയ്യുക. ട്രക്കുണ്ട് എന്ന സിഗ്നൽ ലഭിച്ച സ്പോട്ട് 4ലേക്ക് ഈ സംവിധാനം എത്തിച്ചുകൊണ്ട് മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊരുക്കാൻ സാധിക്കും. നിലവിൽ നമ്മൾ കണ്ടതാണ്, ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നടത്തുന്നത്. നാവികർക്ക്, മുങ്ങൽ വിദഗ്ധർക്ക് ഈ ഡിങ്കി ബോട്ടിൽ നിന്ന് ആഴത്തിലേക്ക് കുതിക്കാനുള്ള സൗകര്യം പരിമിതമാണ്. പ്രത്യേകിച്ചും അടിയൊഴുക്ക് ശക്തമായ ഒരു പുഴയിൽ അത് ആത്മഹത്യാപരവുമാണ്. എൻജിൻ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ് എന്ന് നാവികർ ഇതിനകം തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. എൻജിൻ ഓഫ് ചെയ്യുമ്പോൾ ഈ നദിയിലെ ഒഴുക്ക് കാരണം ബോട്ട് പലയിടത്തേക്കായി ഒഴുകിപ്പോകുന്നു. അത് നമുക്ക് ഈ സ്പോട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് ഡീപ്പ് ഡൈവ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു എന്നത് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് നദിയിലെ അടിയൊഴുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് നിയന്ത്രിക്കുക സാധ്യമല്ല. അടിയൊഴുക്കിനെ ഭേദിച്ചുകൊണ്ട് വേണം അതിജീവനത്തിനായി കാത്തിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ. അർജുൻ ആ വാഹനത്തിനുള്ളിലുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിനായി നമുക്ക് നടത്താൻ
കണ്ടെത്താൻ കഴിയുന്ന ശ്രമങ്ങളിലൊന്നാണ് ഈ പോൺടൂൺ വഴി അവിടേക്കുള്ള ഡീപ്പ് ഡൈവിംഗ്. വലിയ അടിയൊഴുക്കുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നതാണ് ഇപ്പോൾ നേവി വ്യക്തമാക്കിയിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് പോൺടൂണുകൾ അടുത്ത ദിവസം തന്നെ എത്തിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി ഈ ഫ്ലോട്ടിംഗ് പോൺടൂൺ എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. ഈ പോൺടൂണിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഇതുപോലെയുള്ള ഒരു പ്രതലമാണ്. ടെർമിനൽ ഒരു പ്ലാറ്റ്ഫോം ഇതിന് മുകളിലുണ്ട്. ഈ മുകൾ തട്ടിലെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് നദിയുടെ അല്ലെങ്കിൽ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ദൃശ്യമാവുക. ഇത് വളരെ സ്ട്രോങ് സർഫസിൽ, ഡിങ്കി ബോട്ടുകൾ പോലെ വെള്ളത്തിൽ ചാഞ്ചാടുന്നതല്ല, സ്ട്രോങ് ആയി സ്റ്റഡിയായി കിടക്കുന്ന ഒരു സർഫസാണ്. അങ്ങനെയുള്ള ഒരു ടെർമിനൽ പ്ലാറ്റ്ഫോമാണ് പോൺടൂൺസിന് ഉള്ളത്. അതായത് ഒരു ഹെവി ഡ്യൂട്ടി വർക്ക് പ്ലാറ്റ്ഫോം എന്ന് നമുക്കിതിനെ വിളിക്കാം. അതിൽ ഒരുപാട് പേർക്ക് ഒരേ സമയം നിലയുറപ്പിക്കുന്നതിനും അതിൽ നിന്ന് കൃത്യമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഡീപ്പ് ഡൈവിങ്ങിന് നാവികർക്ക് അടിത്തട്ടിലേക്ക് പോകുന്നതിനും സാധിക്കും. സാധാരണ ഡ്രില്ലിങ്ങിനും ഡ്രഡ്ജിങ്ങിനും ഹെവി ലിഫ്റ്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇത്തരം പോൺടൂണുകളാണ്. നദിയിൽ പലതവണ ഉപയോഗിച്ച് അല്ലെങ്കിൽ നദിയിൽ ഉപയോഗിക്കാൻ പര്യാപ്തമായവയാണ് എന്ന് കണ്ടെത്തിയ സാമഗ്രിയാണ് ഈ ഫ്ലോട്ടിംഗ് പോൺടൂൺ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ ഫ്ലോട്ടിംഗ് പോൺടൂണിൻ്റെ മറ്റൊരു ഉപയോഗം ഇപ്പോൾ ആലോചിക്കുന്നത് അതിൽ നിന്നുള്ള ഡീപ്പ് ഡൈവിംഗ് ആണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലുമൊക്കെ പ്രവർത്തിപ്പിച്ചിരിക്കുന്ന ആംഫിബസ് എക്സ്കവേറ്റർ എന്ന് പറയുന്ന സംവിധാനം, നമ്മളിപ്പോൾ അവിടെ 2 എക്സ്കവേറ്ററുകൾ 60 ഫീറ്റ് ബൂം ലെങ്ത് ഉള്ള എക്സ്കവേറ്ററുകൾ അവിടെ തീരത്ത് ഇപ്പോൾ തന്നെ ഉണ്ട്. എക്സ്കവേറ്ററുകൾ ഇതിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം നടത്തണോ, അങ്ങനെയുള്ള കാര്യങ്ങളും ആലോചിക്കാവുന്നതാണ്. എക്സ്കവേറ്ററുകൾ ഉപയോഗിക്കുന്ന പോൺടൂണുകളും നമുക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നദികളിൽ കിടക്കുന്ന ചിത്രങ്ങളടക്കം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ എക്സ്കവേറ്ററുകൾ, JCBകൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പോൺടൂണിൻ്റെ മുകൾ ഭാഗത്ത് അത് സജ്ജീകരിക്കാൻ കഴിയും. കരയിൽ ഒരു നിരപ്പായ പ്രതലത്തിൽ എങ്ങനെയാണോ എക്സ്കവേറ്ററുകൾ കിടക്കുന്നത് അതുപോലെ തന്നെ നദിയിലും ഈ പോൺടൂൺസ് ഉപയോഗിച്ചുകൊണ്ട്, സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ് ഈ പോൺടൂണുകളുടേതെങ്കിൽ നമുക്ക് അത് വളരെ സുരക്ഷിതമായി എക്സ്കവേഷന് വേണ്ടിയും ഉപയോഗിക്കാം. അതായത് 3 മീറ്റർ താഴെയാണ് ഈ വാഹനം കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അവിടേക്ക് ഡീപ്പ് ഡൈവ് ചെയ്ത് കൃത്യമായി ആ വാഹനം തന്നെയാണ് എന്നത് ഒരിക്കൽ കൂടി ഒരു മാനുവൽ കൺഫർമേഷൻ എടുക്കുക, അതിൻ്റെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. അതാണ് ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം. ഇനി ഈ മണ്ണ് നീക്കം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന ആലോചന ഒരുപക്ഷെ ഈ പോൺടൂണിൽ ഒരു JCB, അതായത് ഒരു മണ്ണുമാന്തി യന്ത്രം അഥവാ ഒരു എക്സ്കവേറ്റർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും സാധ്യമാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഓർക്കണം, നദിയിൽ നിന്ന് മീറ്ററുകൾ അകലെയാണ് ഈ തുരുത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന വാഹനം അത് ഉയർത്തിയെടുക്കുക, അതിലേക്ക് കൊണ്ടുവരിക എന്നതും ദുഷ്കരമാണ്. വളരെ ദുഷ്കരമാണെങ്കിലും ഈ ദൗത്യം ഉപേക്ഷിക്കില്ല, ഈ ദൗത്യം തുടരും. അതിനായി പോൺടൂണുകൾ നാളെ രാവിലെ എത്തുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ട് 4, ഈ സ്പോട്ട് 4ലേക്ക് പോൺടൂണിൽ നിന്ന് നാവികർ ഡൈവ് ചെയ്തെത്തും. അർജുന വാഹനത്തിലുണ്ടോ എന്ന് ഉറപ്പാക്കും. അതാണ് 12ാം ദിവസമായ നാളെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഐബോട്ട് ഡ്രോൺ പരിശോധനയിലാണ് നദിയിലെ മൺകൂനക്കരികിൽ നിന്ന് ആദ്യം ഒരു സിഗ്നൽ കിട്ടുന്നത്. കനത്ത മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലേക്ക് ഇറങ്ങുന്നതിനും അത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. മണ്ണ് നീക്കിയുള്ള കരയിലെ പരിശോധനയും നിർത്തുന്നതാണ് നമ്മൾ കണ്ടത്.